കില്ലറെ നമ്മളിങ്ങനെ ഊഹിച്ച് അടുത്തെത്തി ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നോട്ടായിരിക്കും മെയിൻ ട്വിസ്റ്റ് വരിക. നോവിക്കുന്നവൻ അറിയില്ല നൊന്തവന്റെ നോവും നഷ്ടവും. ആസിഫ് എന്നുള്ള ഓദറിന്റെ പറക എന്നുള്ള പുസ്തകം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ലൈനിലാണ്. ഓർഫൻ ആയിട്ടുള്ള ദർശന്റെ ലൈഫിൽ കോളേജിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ജം എന്നൊക്കെ പറയാൻ പറ്റുന്ന ആളായിരിക്കും മാത്യൂസിന്റെ സിസ്റ്റർ നീനയും ലൈഫിൽ വന്നതിന് ശേഷമായിരിക്കും ദർശന് സ്വന്തമായിട്ട് ലൈഫിൽ ആരെങ്കിലും ഉണ്ട് തന്നെ തോന്നിയിട്ടുണ്ടാവുക. അങ്ങനെ കോളേജ് ടൈമിൽ തന്നെ മാത്യൂസിന്റെ പെങ്ങളെ നീനയായിട്ട് ഇവന് റിലേഷനിലാകുന്നത്. ഇതൊരു ഇന്റർ റിലീജിയൻ റിലേഷൻഷിപ്പ് ആയതുകൊണ്ടും ദർശൻ ഒരു ഓർഫൻ ആയതുകൊണ്ടും നീനയുടെ പേരൻസിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂല. അങ്ങനെ നീന വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ദർശന കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒരു ദിവസം നീന ദർശനോട് പറയുന്നു ഓഫീസിൽ നിന്ന് നേരത്തെ വരണം, ഒരു സർപ്രൈസ് ഉണ്ട്, വന്നിട്ട് പറയാന്ന്. അങ്ങനെ ദർശൻ നീന പറയുന്ന ടൈമിനേക്കാൾ കുറച്ച് നേരത്തെ വരുന്നു. എന്നിട്ട് കാർ കുറച്ച് മാറ്റി പാർക്ക് ചെയ്തിട്ട് ഇവളെ സർപ്രൈസ് ചെയ്യാന്ന് വിചാരിച്ചാണ്ട് ഇവന് സൗണ്ട് ഒന്നും ഉണ്ടാക്കാണ്ട് വീടിന്റെ മുന്നിൽ വരുമ്പോൾ വീടിന്റെ ഡോർ എല്ലാം ഫോഴ്സ്ഡ് ആയിട്ട് തുറന്ന എങ്ങനെ ഉണ്ടാവും അതുപോലെ കാര്യം കിടക്കുന്നുണ്ടാവും. അപ്പൊ തന്നെ ഇവൻ ആകെ പേടിയാവും. ഇവന് ഷൂ എല്ലാം അയക്കാണ്ട് നേരെ ഹാളിക്ക് കയറിയതും ഹാളിൽ ഒരു ചെയറിലായിട്ട് ആകെ ബ്ലഡിൽ കുളിച്ച് ഒരു സൈക്കോപാത്ത് ഒരാളെ ഉപദ്രവിച്ച് എങ്ങനെ ഉണ്ടാവും. അങ്ങനെ നമ്പർ ഓഫ് മുറിവുകളൊക്കെ അതിനാണ്ട് മരണത്തിന്റെ തൊട്ട് മുന്നേയുള്ള നീനേക്കാർ ഇവൻ കാണുന്നുണ്ടാവും. അതിന്റെ ഹാളിൽ തന്നെ സോഫയിലായിട്ട് ഈ കില്ലർ ഇരിക്കുന്നുണ്ടാവും. ഇവൻ ആകെ മരവിച്ച് പോയോണ്ട് ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ടൈമിൽ തന്നെ കില്ലർ എന്തോ ഒരു ഒബ്ജക്ട് എടുത്തിനാണ്ട് ഇവന്റെ തലക്കടിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം നെയ്ബേഴ്സ് ഒക്കെയാണ് ഇവരെ കാണുന്നത് ഇങ്ങനെ ബ്രൂട്ടലി കൊന്നിട്ടുള്ള നീനനെയും തൊട്ടടുത്ത് ഇങ്ങനെ കിടക്കുന്ന ദർശനെയും. ഇതാണ് ഈ കഥയുടെ ഒരു പ്ലോട്ട്. ഇവിടുന്ന് ദർശന്റെയും മാത്യൂസിന്റെയും ഒരു ജേണി, കില്ലറെ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ജേണിയാണ് ഈ ഒരു പുസ്തകം. ഈ ഒരു പുസ്തകം നിങ്ങൾ വായിക്കുന്നതിന്റെ മുന്നേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ഞാൻ ആസ് എ റീഡർ ഒരു ബിഗിനർ ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ബുക്കിൽ പകുതി കൂടുതൽ വേർഡ്സും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് മലയാളം ആകുമ്പോൾ മനസ്സിലാവുമല്ലോ, ഒരു സെന്റൻസിൽ വരുമ്പോൾ ഓക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാവുമല്ലോ. അങ്ങനെ കുറച്ചുകൂടി നമ്മൾ സംസാരിക്കുന്ന ലെവൽ ഓഫ് മലയാളം അല്ല, ഒന്നുകൂടി കൂടിയ മലയാളമാണ് ഈ ഒരു ബുക്കിലുള്ളത്. സെക്കൻഡ് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാനിത് വായിച്ച ടൈമിൽ എനിക്കൊരു പകുതി എത്തുന്നവരെ എനിക്ക് തോന്നിയിരുന്നത് ഭയങ്കര ലാഗാണ്, എന്താ അതിലൊന്നും നടക്കാത്തത്, അതുപോലെ ഓൾറെഡി കൺവേ ആയ ഒരു പെയിന് നമുക്ക് പിന്നെയും കൺവേ ചെയ്യിക്കാൻ ഇവരിങ്ങനെ ബുദ്ധിമുട്ടുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നത്. എന്റെ ക്ലൈമാക്സിൽ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് നോട്ട് ഈസി ടു കൺവേ ഒരു നമുക്കുണ്ടായ ഒരു ഇമോഷണൽ പെയിന്. ലൈക്ക് ഫിസിക്കൽ പെയിന് നമുക്ക് കൺവേ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ഒരാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയതോ അല്ലെങ്കിൽ മുറിവ് ഉണ്ടായതോ അതിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട്, അതിന്റെ പെയിൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൺവേ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. പക്ഷേ ഇമോഷണൽ സൈഡ് വരുമ്പോൾ ഒരാൾക്ക് മെമ്മറീസ് എത്രത്തോളം പെയിൻഫുൾ ആക്കാരെന്നൊക്കെ വെർബലി കൺവേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ക്ലൈമാക്സിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാവും. ആസ് എ റീഡർ എനിക്ക് ഓദറിനോട് പറയാനുള്ളതും ഇതാണ്, ലൈക്ക് മെമ്മറീസ് എത്രത്തോളം പെയിൻഫുൾ ആകും എന്നുള്ളത് വെർബലി എക്സ്പ്രസ് ചെയ്യാൻ വെർബലി കൺവേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ നല്ല ബെസ്റ്റ് ആയിട്ട് കൺവേ ചെയ്തിരിക്കണം. നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ കമന്റ് ചെയ്യണം.